നമ്മൾ വൺ പീസ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റൂമേഴ്സ് കാണാൻ കഴിയും. നമ്മുടെ ഫാദേഴ്സ് ആൻഡ് സൺ റൂമേഴ്സ് ഒരുപാട് തന്നെ നമുക്ക് വൺ പീസിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അങ്ങനെയുള്ള റൂമേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് തിയറീസ് നമുക്ക് കാണാൻ കഴിയും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലെന്നോട് പലതും വിട്ടുപോയേക്കാം. നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് ഏഡ് ചെയ്യുക. കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും നമുക്ക് ഇന്ന് തന്നെ 8K എന്ന് പറഞ്ഞ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ സപ്പോർട്ട് ചെയ്യാം. ഈ ലിസ്റ്റിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് ഇപ്പോൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ മീഹോക്കിൻ്റെ ഫാദർ മറ്റാരുമല്ല നമ്മുടെ ഇമുസാമയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഈ ഒരു തിയറി വരാനുള്ള മെയിൻ കാരണം നമ്മുടെ ഇമുസാമയുടെ കണ്ണ് അതുപോലെ തന്നെ നമ്മുടെ മീഹോക്കിൻ്റെ കണ്ണും തന്നെയാണ്. രണ്ടുപേരുടെ ഐസിൻ്റെ പാറ്റേൺസും ഏകദേശം സിമിലറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമുസാമയുടെ ബ്ലേഡും നമ്മുടെ മീഹോക്കിൻ്റെ ബ്ലേഡും ഏകദേശം സിമിലറാണ്. അതുപോലെ തന്നെ മീഹോക്കിൻ്റെ പേര് ഡ്രാക്കുള മീഹോക്ക് എന്നാണ്. ഈ ഒരു പേരിൽ ഡ്രാക്കുള എന്ന് പറഞ്ഞ ആ ഭാഗത്തിൻ്റെ അർത്ഥം വരുന്നത് സൺ ഓഫ് എ ഡെവിൽ എന്നാണ്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് നമ്മുടെ വൺ പീസിലെ ഡെവിൽ നമ്മുടെ ഇമുസാമയാണ്. അതുകൊണ്ട് നമ്മുടെ മീഹോക്ക് നമ്മുടെ ഇമുസാമയുടെ മകനാണെന്നാണ്. ഈ ഒരു തിയറി സത്യവാൻ എൻ്റെ ഒരു ഇത് വെച്ച് നല്ല ചാൻസ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെയുള്ളൊരു തിയറി നമ്മുടെ മീഹോക്കിനെ വെച്ച് തന്നെയാണ്. നമ്മുടെ മീഹോക്ക് നമ്മുടെ റെയിലിയുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനുള്ള മെയിൻ കാരണം നമ്മുടെ ഷാക്കിയാണ്. നമ്മുടെ ഷാക്കിൻ്റെ ഓൾഡ് ഏജിലുള്ള മുടിയുടെ സൈഡ് ഭാഗം നോക്കുമ്പോൾ നമ്മുടെ മീഹോക്കിൻ്റെ അതേ സിമിലാരിറ്റി ഉള്ളതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി ഉണ്ടാവാൻ കാരണം ഇതാണ്. ഈ തിയറിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് സത്യവാൻ ചാൻസ് നമ്മുടെ മീഹോക്കും അതുപോലെ തന്നെ നമ്മുടെ ഇമൂനെയും വെച്ചിട്ടുള്ള തിയറിയാണെന്നാണ്. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് മറ്റൊരുമല്ല നമ്മുടെ ബ്രൂക്കു അക്വിജിയാണ്. ഈ ഒരു ക്യാരക്ടേഴ്സ് ഫാദറും സണ്ണും ആണെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ബ്രൂക്കിൻ്റെ ലുക്ക് കൂടെ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം അത് ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബ്രൂക്കിൻ്റെ ഗ്ലാസ്സസും അതുപോലെ തന്നെ നമ്മുടെ അക്വിജിയുടെ ഗ്ലാസ്സസും ഏകദേശം സെയിം ആണ്. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽസ് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കളർ ഇതൊക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് ഇവർ രണ്ടുപേരും ഫാദറും സണ്ണും ആണെന്നാണ്. ഒരു പക്ഷേ ഇത് സത്യമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഫ്രാങ്കിയുടെ ഫാദർ നമ്മുടെ ക്യൂനാണെന്ന് പറഞ്ഞ് ഒരുപാട് തിയറീസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് സത്യമായിരിക്കും. ഇതിനെക്കുറിച്ച് എനിക്ക് അധികം സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ലൂഫിയുടെ മദർ നമ്മുടെ ക്രോക്കഡൈൽ എന്ന് പറഞ്ഞുള്ളൊരു തിയറിയാണ്. ഈ തിയറി വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു തിയറി ആണെങ്കിലും ഈ തിയറിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ ക്രോക്കോമാമ് നമ്മുടെ ലൂഫിനെ മെറീൻ ഫോഡിൽ എന്തൊക്കെ രീതിയിലാണ് സഹായിച്ചതെന്നുള്ള ഒരു ഫാക്റ്റ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ, കാരണം നമ്മുടെ ഡ്രാഗനാണ് നമ്മുടെ ലൂഫിയുടെ ഫാദർ എന്ന് അറിഞ്ഞത് മുതലാണ് നമ്മുടെ ക്രോക്കോഡൈൽ നമ്മുടെ ലൂഫിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനർത്ഥം നമ്മുടെ ക്രോക്കഡൈൽ നമ്മുടെ ലൂഫിയുടെ മദറാവാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പേരെ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇതിന് അത്യാവശ്യം വ്യൂസ് കിട്ടുകയാണെങ്കിൽ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ 8K അടിക്കാൻ സഹായിക്കുക. ഇനി 60 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ വേണ്ടു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.